പാകിസ്ഥാൻ അത് മാത്രമല്ല, പാകിസ്ഥാൻ ഇപ്പം ഒന്നാം തരം ഒരു ജിഹാദി കോളാണ് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ നൈജീരിയ ചെയ്യുന്നത് എന്താണ്, സിറിയ ചെയ്യുന്നത് എന്താണ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇറാനിലായാലും പിന്നെ മറ്റ് രാഷ്ട്രങ്ങളിലായാലും അവർ ചെയ്യുന്നത് എന്താണ്? അവർക്ക് പാകിസ്ഥാനിൻ്റെ ആ ഒരു ജിഹാദി ആശയം എവിടെയൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ഐക്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. കാരണം അതുവഴി അവർക്ക് സാമ്പത്തികമായി കുറച്ച് മേന്മ ഉണ്ടാക്കുക, അതുവഴി അവരുടെ രാഷ്ട്രത്തിന് കുറച്ച് ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ നോക്കുക, കുറച്ച് പേരെങ്കിലും അവരോടുകൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ നോക്കുക. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും അവർക്ക് ഒരു അന്തസ്സായ ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള യാതൊരു പ്രവൃത്തികളും ഇപ്പോഴും അവരുടെ ഭാഗത്തു നിന്നില്ല. അത് ഉണ്ടാവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പട്ടാളം അവിടുന്ന് പോകണം. ഈ പട്ടാളവും ISIയും ടെററിസ്റ്റുകളുമായി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം. അതിനവർക്ക് കഴിയാത്തിടത്തോളം കാലം അവരുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും പോകുന്നതിൽ അർത്ഥമില്ല. അത് ശശി തരൂർ പറഞ്ഞതാണ് എൻ്റെ ശരിയായ കാര്യം. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നറിയില്ല. ഇവർ ഈ തീവ്രവാദ സ്വാധീനമുള്ള ISIയിലേക്ക് റോയെ ഇഴുകി ചേർക്കുക എന്നുള്ള പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും. പക്ഷെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ അങ്ങനെയല്ല കാണും. കാരണം ഇനി അവരുടെ കാര്യങ്ങൾ നടക്കാനും മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഒരു അടി കിട്ടാതിരിക്കാൻ വേണ്ടിയും ഇന്ത്യയെ കൂടെ ഇതിനകത്ത് ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒന്നാണെന്ന് തെളിയിക്കാനുള്ളൊരു വഴി കൂടിയാണോ അവർ? അതൊരു വളഞ്ഞ വഴിയാണ്. കാരണം തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ നാളെ പറയുമല്ലോ, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം അവരുടെ രഹസ്യാന്വേഷണ വിഭാഗവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ടെററിസ്റ്റുകളെ നമുക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ പേരും കൂടെ എല്ലാത്തിനും വരുമല്ലോ. അപ്പോൾ വരും. അപ്പോൾ എന്നിട്ട് അവരതിന് കൂട്ടു നിൽക്കുന്നില്ല. അവരിപ്പോഴും അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങൾ ഇത്ര ശുദ്ധന്മാരായിട്ട് ഞങ്ങൾ അവരുടെ റോയെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വിളിച്ച് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് പറയുമ്പം അവർ വരാതിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വേറൊരു വ്യാഖ്യാനം കൊണ്ടുവരാനും കൂടിയാണ്. ആ വ്യാഖ്യാനം ലോകത്ത് വേറൊരു കള്ളം പറയാനുള്ള അവസരം കൂടെ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ്.